ഒന്നാമത്തെ സ്ക്രോളിംഗ് ട്രിക്സ്. നമ്മളിപ്പോൾ വെബ്സൈറ്റിലാവട്ടെ വാട്സപ്പ് ചാറ്റിലാവട്ടെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് അങ്ങോട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ഇനി ഏറ്റവും ടോപ്പിൽ എത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ജസ്റ്റ് മുകളിലേക്ക് അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് പോകും. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇപ്പൊ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് താഴെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ടോപ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ടൈമിന്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഏറ്റവും ടോപ്പിലേക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പോകും. ഇതേപോലെ നിങ്ങൾക്ക് എവിടെയാണെന്നുണ്ടെങ്കിലും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റ ടാപ്പിൽ തന്നെ മുകളിലേക്ക് എത്താവുന്നതാണ്. മെർജ് ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോസ്, ഒരേപോലത്തെ ഫോട്ടോസ് തന്നെ രണ്ടാമതോ മൂന്നാമതോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നേരെ ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ താഴെ ആൽബത്തിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒന്നങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ എല്ലാ അപരന്മാരും ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സെലക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്തതിനു ശേഷം മെർജ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഒറിജിനൽ എല്ലാം അതേപോലെ അവിടെ ഉണ്ടാവും. ഈ ഒറിജിനലിന്റെ അതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ അതെല്ലാം അങ്ങോട്ട് പോയി കിട്ടി. ഹലോ ദിസ് ഇസ് വാസ് യു വാച്ചിങ് അഡോബിക്സ്. അങ്ങനെ ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ട് അഡോബിക്സ് ചാനലിലെ ആദ്യത്തെ മാത്രമല്ല എന്റെയും ആദ്യത്തെ ഒരു ഐഫോൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഐഫോൺ യൂസേഴ്സ് പറയുന്നതാണ് ഈ ട്രിക്കും മറ്റും മറിച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് ഐഫോൺ യൂസേഴ്സിനൊക്കെ ഒന്ന് പരിഗണിക്ക്, തനിക്ക് എന്താ ഐഫോൺ റിലേറ്റഡ് വീഡിയോ ഇട്ടാൽ എന്നൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷേ ഇതിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഐഫോൺ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു ഐഫോൺ യൂസേഴ്സിനെ അങ്ങോട്ട് പരിഗണിച്ചേക്കാന്നുള്ളത്. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. അപ്പൊ ഇനി മുതൽ ഐഫോണിന്റെ വെറൈറ്റി ആയിട്ടുള്ള ട്രിക്സ്, റിലേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ, അങ്ങനെ പല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അഡോബിക്സ് ചാനൽ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം സേവിംഗ് ആയിട്ടുള്ള ഐഫോൺ ട്രിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒന്നും മിസ് ചെയ്യാതെ കാണുക. റൈറ്റ് സൈഡിൽ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു സാധനമാണ് ഈ കൺട്രോൾ സെന്റർ എന്നുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് ക്യുക്കായിട്ട് ചെയ്യാനുള്ള പല സംഭവങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ടോർച്ച് ഉണ്ടല്ലോ, ആ സാധനം ഇതാ ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബ്രൈറ്റ്നസ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഒന്ന് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറയും, ഒന്നുകൂടി താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ടൈമർ പെട്ടെന്ന് സെറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ഇതാ ഇവിടെ ടൈമറിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മിനിറ്റ് വേണോ, 3 മിനിറ്റ് വേണോ, 5 മിനിറ്റ് വേണോ, 10 മിനിറ്റ് വേണോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടൈമർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ഫിംഗർ ഇട്ട് കഴിഞ്ഞ് സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമർ അവിടെ സെറ്റ് ആയി ക്യുക്കായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഈ കൺട്രോൾ സെന്ററിലുള്ള പലതിലും നിങ്ങൾ ഇതേപോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ക്യുക്കായിട്ട് പലതും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ക്യാമറയുടെ ആണെങ്കിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സെൽഫി എടുക്കണോ, റെക്കോർഡ് വീഡിയോ എടുക്കണോ, അല്ലെങ്കിൽ പോർട്രേറ്റ് എടുക്കണോ എന്ന് അവിടെ നിന്ന് തന്നെ തീരുമാനിച്ചിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ സ്ക്രീൻ റെക്കോർഡിന്റെ ഭാഗത്തും ഏത് ആപ്പാണ് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പലതും ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തു. അടുത്ത ഫോട്ടോ സെക്ഷനിലെ കുറച്ച് ട്രിക്കാണ്. നമുക്ക് ഐഫോണിൽ ഫോട്ടോസ് ആവട്ടെ വീഡിയോസ് ആവട്ടെ ഇതിൽ പലതരത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസിലോ വീഡിയോസിലോ ടെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ചെയ്യാനും ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സിലോ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആപ്പിലോ പേസ്റ്റ് ചെയ്യാനും സാധിക്കും. സിമ്പിളായിട്ട്. ഇതേപോലെ തന്നെ ഫോട്ടോയിലോ വീഡിയോയിലോ എന്തെങ്കിലും മൊബൈൽ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പ്രസ് ചെയ്തിട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാനും അതിൽ നിന്ന് തന്നെ ആ ഒരു ഫോൺ നമ്പർ നമുക്ക് കോൺടാക്ട്സിൽ ആഡ് ചെയ്യാനും സാധിക്കും. ഇതേപോലെ വെബ്സൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആൻഡ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതേപോലെ പോപ്പപ്പ് ആയിട്ട് വരും. ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ കാണാം. അതല്ലാതെ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ബ്രൗസറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതേപോലെ ബ്രൗസറും ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇനി UPI പേയ്മെന്റിന്റെ QR കോഡ് എന്തെങ്കിലും നിങ്ങളുടെ ഫോട്ടോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. ആപ്പിൽ പോയി അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയുണ്ട് ഒരുപാട്, അതെല്ലാം ഇപ്പൊ പറയുന്നില്ല, പിന്നെ പണയാം. അടുത്തത് ലോക്ക് സ്ക്രീൻ സേഫ്റ്റി. നമ്മൾ മൊബൈൽ ഫോണിൽ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏകദേശം എല്ലാ സെറ്റിംഗ്സും മറ്റുള്ളവർക്ക് ഈ ഒരു ലോക്ക് സ്ക്രീനിൽ നിന്നിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ലോക്ക് ആണെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഇടാം, നെറ്റ് ഓൺ ചെയ്യാം, സൈലന്റ് ചെയ്യാം, എന്തിനു പറയുന്നത് അവർക്ക് ആവശ്യമുള്ള അലാറം വരെ സെറ്റ് ചെയ്യാം. കഷ്ടം. അപ്പൊ ഇങ്ങനെ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നേരെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോവുക, ഫേസ് ID ആൻഡ് പാസ്വേഡ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാമാണോ ഇതേപോലെ കൺട്രോൾ ചെയ്യാതിരിക്കേണ്ടത് അതെല്ലാം നിങ്ങളിങ്ങനെ ഓഫ് ചെയ്ത് കളയുക. ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ മൊബൈൽ ഫോൺ ലോക്ക് ഇട്ട് കഴിഞ്ഞാലും യാതൊരു തരത്തിലും വേറെ ഒന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊന്നും മസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സേഫ്റ്റി, പ്രൊട്ടക്ഷൻ ഇതൊക്കെ വേണമെങ്കിൽ. കീബോർഡ്
ടൈപ്പിംഗ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ്, യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഇംഗ്ലീഷാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഏതെങ്കിലും വാക്കിൻ്റെ ഒക്കെ സ്പെല്ലിംഗ് അറിയില്ല, നമ്മളൊക്കെ പോലെ തന്നെ സ്പെല്ലിംഗ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ കീബോർഡിൻ്റെ താഴെയുള്ള ഈ ഒരു മൈക്കിൻ്റെ ഐക്കണിൽ അങ്ങോട്ട് പ്രസ് ചെയ്യുക. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ തന്നെ സ്പോട്ടിൽ അവിടെ വരും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ കറക്റ്റ് സ്പെല്ലിംഗ് അവിടെ വന്നോളും. ഇതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് കീ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വേണ്ട സ്ഥലത്തേക്ക് ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ എഡിറ്റ് ചെയ്യുക. ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കരയുന്ന ഒരു ഇമോജി വേണം, അല്ലെങ്കിൽ വേണ്ട ചിരിക്കുന്ന ഒരു ഇമോജി വേണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഉള്ള ഒരു ഇമോജി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഇമോജിന്റെ പേര് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ മൈക്കണ്ട ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രൈ ഫേസ് ഇമോജി, പൂ ഇമോജി, ആംഗ്രി ഫേസ് ഇമോജി, റിംഗ് ഇമോജി, ബ്രോക്കൺ ഹാർട്ട് ഇമോജി, ഗ്ലോയിങ് സ്റ്റാർ ഇമോജി, ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഇമോജിയും പറഞ്ഞു കൊടുത്താൽ മതി. തപ്പി നടക്കേണ്ട ആവശ്യമില്ല. റിയലി നൈസ്. ടെക്സ്റ്റ് റീപ്ലേസ്മെന്റ് നമ്മൾ സ്ഥിരമായിട്ട് മെയിൽ ചെയ്യുന്ന സമയത്തോ മെസ്സേജ് ചെയ്യുന്ന സമയത്തോ വാട്സപ്പ് ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടാവില്ലേ, ബാങ്ക് ഡീറ്റെയിൽസ് ആവാം, വെബ്സൈറ്റ് ആവാം, അഡ്രസ്സ് ആവാം, മെയിൽ ഐ ഡി ആവാം, ഫോൺ നമ്പർ ആവാം, കോൺടാക്ട് ഡീറ്റെയിൽസ് ആവാം, അങ്ങനെ എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് എപ്പോഴും ടൈപ്പ് ചെയ്യേണ്ട, എന്തിന് സമയം കളയണം. ഇതിനൊക്കെ നമുക്ക് ഷോർട്ട് കട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ കീബോർഡിൻ്റെ ഇവിടെ ആയിട്ട് ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഇവിടെ മുകളിലുള്ള കീബോർഡ് സെറ്റിംഗ്സിൽ പോവുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് റീപ്ലേസ്മെന്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലായിട്ട് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ട എന്താണോ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് കൊടുക്കുന്ന സമയത്ത് വരേണ്ടത് അത് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഞാൻ ജസ്റ്റ് ബാങ്ക് ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പം എനിക്ക് ഈ ഡീറ്റെയിൽസ് അങ്ങോട്ട് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ബാങ്ക് എന്ന് കൊടുത്തു, സേവ് എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ വരുന്ന കാണാൻ സാധിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റിന് റീപ്ലൈ കൊടുക്കുന്ന സമയത്ത് താങ്ക്സ് പറയണം, വെൽക്കം പറയണോ, ഇതേപോലെ അങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് ഷോർട്ട് കട്ട് TH എന്ന് അടിച്ചു കഴിഞ്ഞാൽ താങ്ക് യു എന്ന് വന്നു, W എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം എന്ന് വന്നു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എന്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ടോ അതിനൊക്കെ ഇതേപോലെ തന്നെ ആഡ് ചെയ്തിട്ട് ടൈം നമുക്ക് ഒരുപാട് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രിക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇനിയും ഈ സാധനത്തിൻ്റെ ഒരുപാട് ട്രിക്കുകളും വെറൈറ്റി സംഭവങ്ങളൊക്കെ വരാനുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൽ ഒരുപാട് എണ്ണം ചിലപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് എണ്ണം പുതുതായിട്ട് കാണുന്നുണ്ടാവും. ഏതൊക്കെ നിങ്ങൾക്ക് മുന്നേ അറിയാവുന്നു എന്നുള്ളതും ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസ് ഐഫോൺ റിലേറ്റഡ് ആയുള്ള വീഡിയോസ് ഒക്കെ വേണോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.